രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയം കാണാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട രാധാഭക്തരെ, പ്രിയപ്പെട്ട പുണ്യാത്മാക്കളെ, കാരണം നിങ്ങൾ പുണ്യാത്മാക്കളാണ്, പുണ്യാത്മാക്കളാണ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. 10 കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ കൃഷ്ണനിൽ ഭക്തി ലഭിക്കൂ. 100 കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ രാധാറാണിയെക്കുറിച്ച് കേൾക്കാൻ ഭാഗ്യം ലഭിക്കൂ. മനസ്സിലായില്ലേ? ലക്ഷം കോടി ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ രാധാറാണിയിൽ ഭക്തി ജനിക്കത്തുള്ളൂ. അങ്ങനെ കോടി കോടി ജന്മങ്ങളുടെ പുണ്യമാർജിച്ചു കൊണ്ട് ചൊവ്വാഴ്ച 12 മണിയാകാൻ കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ, സ്വാഗതം സ്വാഗതം സ്വാഗതം. രാധയുടെ പ്രണയം 74ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 1 തൊട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിനകത്ത് രാധയുടെ പ്രണയമുണ്ട്, അഷ്ടപതിയുണ്ട്. അഷ്ടപതിയുടെ ക്ലാസ് ശ്രദ്ധിക്കണം, ഓർമ്മിക്കുക. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് സർവ്വരോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന നാരായണീയം. ആ നാരായണീയം എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക്, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് രാധയുടെ പ്രണയം കിട്ടിയിരിക്കും. രാധാദേവി അനുഗ്രഹിച്ചാൽ, അത് വേറൊരു കാര്യം. ഇതെല്ലാം ദേവി അനുഗ്രഹിച്ചാൽ. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അഷ്ടപതി കിട്ടിയിരിക്കും. നാരായണീയം അഷ്ടപതി പാടുന്നത്, കേൾക്കുന്നത്, വീട്ടിൽ വായിക്കുന്നത് പുണ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നാരായണീയവും അഷ്ടപതിയും ചൊല്ലിത്തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഒരു 2 വരി ശ്ലോകം ചൊല്ലിത്തന്നാൽ തീർച്ചയായിട്ടും ആ പുണ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരം നിശ്ചയമായും ഞാൻ ഒരുക്കി തരുന്നത് ആയിരിക്കും. ഇതിനു മുമ്പും എനിക്ക് അഷ്ടപതി പാടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം വീണ്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് അവസരങ്ങൾ നിശ്ചയമായിട്ടും തരുന്നതാണ്. അതുകൂടാതെ അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. അതുകൂടാതെ കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി, നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണേ. കൃഷ്ണഭക്തിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രാധാഭക്തിയിലേക്ക് എത്തിയത്. പിന്നെ പെൺമക്കളുള്ള എല്ലാ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു, അത് നിങ്ങൾ കേട്ടിരിക്കണം. പ്രത്യേകിച്ചും ബന്ധം വേർപെടുത്തിയവരും
വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവരും പരസ്പരം പിണങ്ങുന്നവരും അവരുടെ മക്കളും അത് കണ്ടിരിക്കണം. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു പെമ്മക്കളുണ്ടെങ്കിൽ അവർ ദൂരെ പഠിക്കാൻ പോകുന്നെങ്കിൽ പ്രണയം എങ്ങനെ വിജയിക്കാം, വശ്യമന്ത്രം ഉൾപ്പെടെ ഇതും നിങ്ങൾ കാണണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങൾ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കരയൊക്കെ ആണെങ്കിൽ ഇവിടെ ചേർന്ന് പഠിക്കാം. ദൂരെയുള്ളവർ ഇവിടെ വന്ന് പഠിക്കും. അവർക്ക് ഇതിനുള്ള സൗകര്യമുണ്ട്. അല്ലാത്തവർക്ക് യൂട്യൂബിൽ ഞാൻ 8 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. ബാക്കി എപ്പിസോഡ് ഞാൻ അധികം താമസിയാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നാരായണീയം എല്ലാ തിങ്കളാഴ്ചയും അർത്ഥം അറിഞ്ഞ് നാരായണീയത്തിൻ്റെ ശ്ലോകം ചൊല്ലുന്നതാണ് പുണ്യം. അല്ലാതെ വെറുതെ നമ്മൾ ആ സംസ്കൃത ശ്ലോകം വായിച്ചു പോയിട്ട് കാര്യമില്ല. അത് വെറുതെ അധര വ്യായാമം മാത്രമാണ്. അപ്പോൾ നമുക്ക് കടക്കാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. എൻ്റെ കൂടെ പറഞ്ഞു, ബർസാനെ വാലി രാധാറാണിക്ക് പറഞ്ഞു ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന നമ്മുടെ പൊന്ന് 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 രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ എല്ലാം സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന നമ്മുടെ പൊന്ന് 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 രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 74-ാമത്തെ അധ്യായം. അതിനു മുമ്പ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. രാധാറാണിയുടെ പുനർജന്മം ആണ്ടാൾ. ഒട്ടൻ രാധേ രാധേ ചാനലിൽ പ്രതീക്ഷിക്കുക. രാധാറാണിയുടെ പുനർജന്മമായ ആണ്ടാൾ, അത് ഒറ്റ എപ്പിസോഡാണ്. അതുകൂടാതെ കൃഷ്ണനാണ് ബുദ്ധനായി വന്നത്. കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന് പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ അത് പറയാനാണ് ബുദ്ധ അവതാരത്തിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ 2 പാർട്ടായിട്ടാണ്. ഒന്ന് ബുദ്ധൻ്റെ ജീവിതകഥ, ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ ഞാൻ പ്രത്യേകമായിട്ട് ഒരു ദിവസം എപ്പിസോഡായിട്ട് നമ്മൾ ഇടുന്നു. അതുകൂടാതെ ബുദ്ധൻ, അതായത് കൃഷ്ണൻ, ആ കൃഷ്ണൻ പറയാൻ ബാക്കി വെച്ച സൂക്തങ്ങൾ, ആ സൂക്തങ്ങളാണ് ബുദ്ധൻ്റെ പ്രശസ്തമായ പുസ്തകം ധർമ്മപദം. മോക്ഷത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ധർമ്മപദം. ധർമ്മപദത്തിലെ സൂക്തങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വളരെ ഗഹനമാണ്. നമ്മുടെ വേദവും ഉപനിഷത്തുകളൊക്കെ വളരെ ഗഹനമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത അവതാരമായ ബുദ്ധനിൽ വളരെ നിസ്സാരമായ രീതിയിലൂടെ, എന്നാൽ നമ്മൾ പ്രയത്നിക്കണം, നിസ്സാരമായ രീതിയിലൂടെ പെട്ടെന്ന് മോക്ഷത്തിലേക്ക് എത്താനും മനസ്സമാധാനം കിട്ടാനും, നമുക്ക് വേണ്ടത് അതാണ്, മനഃശാന്തി. അത് കിട്ടാനും വേണ്ടിയാണ് സാക്ഷാൽ കൃഷ്ണൻ ബുദ്ധ ഭഗവാന്റെ രൂപത്തിൽ വന്ന് ധർമ്മപദം എന്ന പുസ്തകം എഴുതിയത്. ആ ധർമ്മപദവും ഉടൻ തന്നെ നിങ്ങൾക്ക് രാധേ രാധേ എന്ന ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രാർത്ഥന പറഞ്ഞിരുന്നല്ലോ. എന്താണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത്? നമ്മളെ സർവ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. അല്ലേ? സത്യമാണത്, സത്യമാണത്. ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോയ്ക്കകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ രാധാറാണിയുടെ നാമം ഉച്ചരിച്ചതുകൊണ്ട് രോഗം മാറിയ ഒരു സ്ത്രീ സുമ പുൽപ്പള്ളിയിൽ നിന്നുള്ള സുമ എന്നാണ് തോന്നുന്നു പേര്. ആ സുമയുടെ അനുഭവം നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നു. മനസ്സിലായ? രാധാജിയെ ഭരിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. ഷീ ഈസ് ദ സുപ്രീം ഗോഡസ്. ഷീ ഈസ് ദ സുപ്രീം. രാധാജിക്കപ്പുറം ഒന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രാധാജി. ആ രാധാജിയെ ഭജിച്ച് അസുഖം മാറിയ അത്ഭുത കഥ
വിശ്വസിക്കാൻ പോലും പ്രയാസമേറിയ കഥ. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അയക്കണം. അതുപോലെ നാരായണീയം കേട്ടിട്ടുമുള്ള കഥകൾ നിങ്ങൾ അയക്കണം. ഇതാ നമ്മുടെ രാധാജി, ഞാൻ പറയത്തില്ലേ, രോഗങ്ങൾ, സർവ്വരോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന രാധാജി എന്ന്. അതേ, വീൺവാക്കുകൾ ഞാൻ പറയാറില്ല. ആ രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രാധാജിയുടെ പ്രാർത്ഥന, രാധാജിയെ വിളിച്ചതുകൊണ്ട് മാത്രം രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ സുമയുടെ വാക്കുകൾ കേൾക്കണ്ടേ? കേൾക്കൂ. അതിനുശേഷം നമുക്ക് രാധാജിയുടെ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. സാർ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് ഗർഭപാത്രത്തിൽ 3 ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറുനാരങ്ങയുടെ അത്ര, നെല്ലിക്കയുടെ അത്ര, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ 2 മാസമേ ഉള്ളൂ ഞാൻ രാധാമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. മാഞ്ഞു പോകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിപ്പോൾ വലിപ്പം തീരെ കുറഞ്ഞ് നേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്ന് സ്കാൻ ചെയ്തെന്ന്. വലിയ സന്തോഷം സാറിനെ അറിയിക്കുന്നു. അപ്പോൾ സുമ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. രാധാജിയെ ഭജിക്കൂ, രാധാജിയെ ഭജിക്കൂ. ഇനി നമുക്ക് വീണ്ടും എപ്പിസോഡിലേക്ക് വരാം. അതേ, വൃന്ദാവനത്തിൽ നൃത്തം ചവിട്ടുകയാണ്. ദേവകിയമ്മ വന്നിട്ട് കൃഷ്ണനും രാധയും തമ്മിലുള്ള വിവാഹം അത് ഉറപ്പിച്ചിട്ടാണ് ദേവകിയമ്മ അവിടെ നിന്ന് പോയത്. സന്തോഷത്താൽ മതിമറന്ന രാധാറാണി നൃത്തം ചവിട്ടാൻ തുടങ്ങി. രാസലീല നടന്നിട്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് രാധാറാണി ഉച്ചത്തിൽ വിളിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന് വിളിച്ചു. രാധാജിക്ക് അത്യധികം സന്തോഷം വരുമ്പോൾ രാധാജി കൃഷ്ണനെ പ്രണയം കൊണ്ട് മൂടി വിളിക്കും. ഏ കറുമ്പാ. അങ്ങ് ദൂരത്തിരിക്കുന്ന കൃഷ്ണൻ, അതേ, രാധാജിയുടെ വിളി വായു ഭഗവാൻ ഏറ്റെടുത്ത് കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തിച്ചു. കൃഷ്ണൻ ആ വിളി കേട്ടു, ഞെട്ടി ഉണർന്നു. കറുമ്പ എന്നുള്ള വിളി കൃഷ്ണനെ പ്രകമ്പനം കൊള്ളിച്ചു. തന്നെ എല്ലാവരും ദൈവമായി കാണുകയാണ്. അവിടെ തൻ്റെ ഏക ആശ്വാസമാണ് രാധ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഹേ രാധേ. അപ്പൊ രാധാജിക്ക് മാത്രമുള്ള വാക്കുണ്ട്. ബാക്കി എല്ലാവരും കൃഷ്ണനെ കണ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ രാധാജി വിളിക്കുന്നത് ഹേ കണ്ണനുണ്ണി. ആ ഒരു വിളിയിൽ കൃഷ്ണൻ ഫ്ലാറ്റാണ്. കൃഷ്ണനെ അങ്ങനെ വിളിക്കാൻ അധികാരം ഒരാൾക്കേ ഉള്ളൂ, അത് രാധാജിക്ക്. ആ വിളി കേട്ടതോടുകൂടി കൃഷ്ണൻ കോൾമയിർ കൊണ്ടു. അടിമുടി രാധാ പ്രണയം കൊണ്ട് നിറഞ്ഞു. അടിമുടി വൃന്ദാവനം തെളിഞ്ഞു വന്നു. വൃന്ദാവനത്തിലെ മനോഹരമായ ദിവസങ്ങൾ തെളിഞ്ഞു വന്നു. കൃഷ്ണന് മനസ്സിലാവുകയാണ്, താൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃന്ദാവനത്തിൽ വെച്ചാണ്. അപ്പൊ കൃഷ്ണൻ വിളിച്ചു, ഹേ എന്റെ രാധേ. രാധാജി പറഞ്ഞു, ഹേ എന്റെ കണ്ണനുണ്ണി, എന്റെ മാത്രം കണ്ണനുണ്ണി. ഏ കുറുമ്പി, കുട്ടിക്കുറുമ്പി രാധേ. ഏ കുറുമ്പ, ഏ കറുമ്പൻ കുറുമ്പ, ഏ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, രാധേ ഞാൻ വരികയായി, വൃന്ദാവനത്തിലേക്ക് ഞാൻ വരികയായി. എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പ രാധ വിളിച്ചു, ഹേ കണ്ണനുണ്ണി, നിന്റെ രാധ, നിനക്കായി മാത്രം പിറന്ന രാധ, കണ്ണനായി മാത്രമുള്ള രാധ കാത്തിരിക്കുന്നു. ഏ കറുമ്പ ഓടിവാ. രാധേ എന്റെ രാധേ, എന്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്ന രാധേ, ഞാൻ വരികയായി. അതെ, കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പോകാൻ പോവുകയാണ്. കൃഷ്ണന്റെ മനസ്സിൽ ഇപ്പൊ രാധ മാത്രം. വൃന്ദാവനത്തിലേക്ക് കൃഷ്ണൻ കുതിക്കാൻ പോവുകയാണ്. ആ കുതിക്കാൻ പോയതും കൃഷ്ണന്റെ കയ്യിൽ ഒരു ബലിഷ്ഠമായ കരങ്ങൾ വന്നു പതിഞ്ഞു. ബലിഷ്ഠമായ ഒരു കരങ്ങൾ. അത്ഭുതത്തോടുകൂടി കൃഷ്ണൻ നിന്നു. കൃഷ്ണൻ പറഞ്ഞു, എന്നെ വിടൂ, ഞാൻ പോവുകയാണ്.
പോവുകയാണ്, വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ആ പിടി മുറുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല കൃഷ്ണ, ഇല്ല കൃഷ്ണ, നീ വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോകും, ഞാൻ പോകും, എനിക്ക് പോയേ മതിയാകൂ വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നീ നിന്റെ ദൗത്യം മറക്കുന്നു. ധർമ്മ സംസ്ഥാപനമാണ് നിന്റെ ലക്ഷ്യം, ധർമ്മ സംസ്ഥാപനമാണ് നിന്റെ ലക്ഷ്യം, നീ അത് മറക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പ്രണയിച്ച പാൽക്കാരിപ്പെണ്ണ്, ആ പാൽക്കാരിപ്പെണ്ണിനെ കളഞ്ഞിട്ടാണോ അവളോട് ധർമ്മം ചെയ്യാൻ പറ്റാത്ത ഞാൻ പിന്നെ എങ്ങനെ ധർമ്മം സംസ്ഥാപനം നടത്തും? വിട്, എൻ്റെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് വൃന്ദാവനത്തിൽ പോകണം. വൃന്ദാവനത്തിൽ പോകുന്നതിൽ നിന്ന് എന്നെ തടയാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. കൃഷ്ണ, കൃഷ്ണ, അരുത്, അരുത്, യാദവരുടെ മുഴുവൻ ദൈവമാണ് നീ, യാദവര് മുഴുവനും നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. നീ വൃന്ദാവനത്തിലേക്ക് പോയി ഒരു പാൽക്കാരി പെണ്ണുമായിട്ട് നൃത്തം ചവിട്ടി ജീവിതം കഴിച്ചാൽ നീ ഈ യാദവ കുലത്തിനോടും ഈ ഭൂമിയോടും ചെയ്യുന്ന കൊടും പാപമായിരിക്കും അത്. അതിനേക്കാൾ വലിയ പാപമായിരിക്കും ഞാൻ രാധയെ ഉപേക്ഷിച്ചാൽ. എൻ്റെ രാധയെ ഉപേക്ഷിക്കുന്ന പാപം അതിനോളം വരില്ല. ഇതൊന്നും എനിക്ക് ആരുടെയും രക്ഷകരാകണ്ട, ഞാൻ ആദ്യം എൻ്റെ രാധയുടെ രക്ഷകനാകട്ടെ. ആ സമയത്ത് കൃഷ്ണൻ വീണ്ടും കേൾക്കുകയാണ്, ഏയ് കണ്ണനുണ്ണി. കൃഷ്ണൻ പറഞ്ഞു, വിട്, എൻ്റെ കയ്യിൽ നിന്ന് വിട്. പക്ഷേ പറയുന്നതിനനുസരിച്ച് ആ പിടി മുറുകി 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 വരികയാണ്. അതിനെ പിടിച്ചു മാറ്റാനുള്ള ധൈര്യം കൃഷ്ണനില്ല. കൃഷ്ണൻ പറഞ്ഞു, എന്നെ വിട്, എന്നെ വിട്, എൻ്റെ ലോകമതാണ്, എൻ്റെ ലോകമതാണ്. വൃന്ദാവനം വിട്ടതിൽ പിന്നെ ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. എൻ്റെ സന്തോഷം രാധയാണ്, എൻ്റെ സന്തോഷം രാധയാണ്. കൃഷ്ണ, നീ ഭൂമി മുഴുവനും ധർമ്മം സ്ഥാപിക്കേണ്ടവനാണ്, ധർമ്മം സ്ഥാപിച്ചു നീ ചക്രവർത്തിയാകേണ്ടവനാണ്. കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരു ചക്രവർത്തിയുമാകണ്ട, ഞാനല്ലെങ്കിൽ ചക്രവർത്തിയായി കഴിഞ്ഞു. വൃന്ദാവനത്തിലെ ചക്രവർത്തി ഞാനാണ്, വൃന്ദാവനത്തിലെ ചക്രവർത്തിനി രാധയാണ്. എനിക്ക് ആ ലോകം തരുന്ന സന്തോഷം മറ്റൊന്നും തരില്ല. എന്നെ വിട്, എന്നെ തടയരുത്, എന്നെ തടയരുത്. ഈ ലോകത്ത് ഒരു ശക്തിക്കും എന്നെ തടയാൻ പറ്റില്ല. അപ്പോൾ ആ പിടിമുറുക്കിയാൾ പറഞ്ഞു, പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും. നോക്കൂ, നിന്നെ കാത്തു കോടാനുകോടി ജനങ്ങളാണ് ഇരിക്കുന്നത്. ധർമ്മം സ്ഥാപിക്കാൻ വന്നവൻ വൃന്ദാവനത്തിൽ പോയി പാൽക്കാരിയുമായി നൃത്തം ചവിട്ടിയാൽ ജനം മുഴുവനും നിന്നെ ശപിക്കും. നീ ഭൂമിയിലേക്ക് വന്നത് അതിനാണ്. കൃഷ്ണ, കൃഷ്ണ, നീ നാരായണനാണ്, നീ നാരായണനാണ്. നീ അത് മറന്നു പോകുന്നു. നീ ഗോലോകത്തെത്തുമ്പോൾ നിനക്ക് വീണ്ടും രാധയെ ലഭിക്കും. പക്ഷേ ഇപ്പോൾ നിന്റെ ലക്ഷ്യം അതല്ല. കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നാരായണനാകണ്ട, എനിക്കാരുമാകണ്ട, എനിക്കെൻ്റെ രാധയുടെ കണ്ണനുണ്ണിയായാൽ മതി, എനിക്കെൻ്റെ രാധയുടെ കണ്ണനുണ്ണിയായാൽ മതി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. എൻ്റെ ലോകം അവളിലാണ്, അവൾക്കപ്പുറം എനിക്കൊരു ലോകമില്ല. എന്നെ വിട്, എന്നെ വിട്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് എൻ്റെ കൈ നിന്റെ കയ്യിൽ നിന്ന് വിടർത്തി നീ പൊയ്ക്കൊള്ളൂ. കൃഷ്ണൻ സ്തംഭിച്ചു നിന്നു. അതിന് പറ്റില്ല കൃഷ്ണന്. കൃഷ്ണൻ വളരെ ദയനീയമായ കണ്ണുകളിലേക്ക് നോക്കി, അപ്പോൾ ആ പിടിമുറുക്കിയാള് പറഞ്ഞു, എന്തേ കൃഷ്ണ, എൻ്റെ കൈ നീ ബലമായി മാറ്റിക്കൊള്ളൂ, എന്നെ നീ തള്ളി മാറ്റിക്കൊള്ളൂ.
കൈ മാറ്റിയാൽ മാത്രം പോരാ, നീ പോകുമ്പോൾ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കും. എന്നോട് പോരാടി ജയിച്ചിട്ട് മാത്രമേ നിനക്ക് വൃന്ദാവനത്തിൽ പോകാൻ പറ്റൂ. കാരണം കൃഷ്ണ, നീ ഇനി വൃന്ദാവനത്തിൽ പോയാൽ ഒരിക്കലും തിരികെ വരില്ല, ഒരിക്കലും തിരികെ വരില്ല. നീ രാധാവല്ലഭനായി കഴിയും. ഈ പ്രപഞ്ചം മുഴുവനും അസുരന്മാര് കീഴടക്കും. ഈ പ്രപഞ്ചത്തിൽ മുനിമാര് കൊല്ലപ്പെടും. അസത്യം ജയിക്കും. ഈ ലോകത്ത് അസത്യം ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല കൃഷ്ണ. അതിനുവേണ്ടി നിന്നോട് പോരാടണമെങ്കിൽ ഞാൻ പോരാടിയിരിക്കും. എന്തേ ബലം പ്രയോഗിച്ച് എൻ്റെ കൈവിട്ടിട്ട് എന്നെ പൊരുതി ജയിച്ചിട്ട് നീ പൊയ്ക്കൊള്ളൂ. എന്നെ നീ കീഴടക്കിയിട്ട് പൊയ്ക്കൊള്ളൂ കൃഷ്ണ. എന്നെ നീ വധിച്ചിട്ട് പൊയ്ക്കൊള്ളൂ കൃഷ്ണ. കൃഷ്ണൻ ദയനീയമായി നോക്കി. കൃഷ്ണൻ ദയനീയമായി നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുതേ, അങ്ങനെ പറയരുതേ. എനിക്ക് രാധയെ വേണം, എനിക്ക് രാധയെ വേണം. എനിക്ക് രാധയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ അവളോട് തെറ്റ് ചെയ്യുന്നു, ഞാൻ അവളോട് തെറ്റ് ചെയ്യുന്നു. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഞാൻ രാധയെ മറന്നു എന്ന്. ഞാൻ അവളെ മറന്നിട്ടില്ല, ഞാൻ അവളെ മറന്നിട്ടില്ല. എനിക്ക് പോകണം കൃഷ്ണ. കൃഷ്ണ, നീ ഇപ്പോൾ പോകാൻ പറ്റില്ല കൃഷ്ണ. ഇപ്പോൾ നിനക്ക് പോകാൻ പറ്റില്ല. ഇത് ഞാനാണ് പറയുന്നത്. വൃന്ദാവനത്തിലേക്ക് നീ ഇനി പോകുന്നില്ല കൃഷ്ണ. കൃഷ്ണൻ ഞെട്ടിത്തെരിച്ചു നിന്നു. കൃഷ്ണനോട് പറഞ്ഞു, പോകാം, നമുക്ക് പോരാടാം കൃഷ്ണ. ആ പറഞ്ഞ മനുഷ്യൻ ആരാണ്? ആ പറഞ്ഞ മനുഷ്യൻ ആരാണ്? അതെ, അടുത്ത വാചകത്തിൽ നിന്നത് കിട്ടാൻ പോവുകയാണ്. കൃഷ്ണൻ പറയുകയാണ്, ഗുരു, എനിക്ക് ഗുരുനിന്ദ എങ്ങനെ നടത്താൻ പറ്റും? ഞാൻ അങ്ങയോട് പോരാടാനോ? സാക്ഷാൽ സാന്ദീപനി, സാക്ഷാൽ കൃഷ്ണന്റെ ഗുരു സാന്ദീപനിയാണ് കൃഷ്ണനെ തടഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞു, ഗുരു, എനിക്കത് അസാധ്യം. കൃഷ്ണ, എങ്കിൽ നീ വൃന്ദാവനത്തിൽ പോകുന്നില്ല. ഗുരു ശാന്തനായിട്ട് കൃഷ്ണനോട് പറഞ്ഞു, എൻ്റെ മകനെ പുണ്യജന രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നവനാണ് നീ. മകനെ, നീ നാരായണനാണ്, സാക്ഷാൽ ദൈവമാണ് നീയാണ് ഈ ഭൂമിയിലെ ചക്രവർത്തിയാകാൻ പോകുന്നത്. ധർമ്മം സ്ഥാപിക്കേണ്ടവനാണ്. മകനെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, രക്ഷിക്കൂ, രാധയെ മറക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷ്ണൻ ഗുരുവിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഗുരു, എനിക്ക് ചക്രവർത്തിയാകണ്ട ഗുരു, എനിക്ക് ചക്രവർത്തിയാകണ്ട, എനിക്ക് ആരുടെയും രക്ഷകനാകണ്ട, എനിക്കൊന്നും ആകണ്ട. എനിക്ക് വൃന്ദാവനത്തിലെ ആട്ടിടയനായാൽ മതി ഗുരു, എനിക്ക് വൃന്ദാവനത്തിലെ ആട്ടിടയനായാൽ മതി. എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ ഗുരു, എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ. കൃഷ്ണൻ ദുർബലനാകുന്നത് കണ്ടപ്പോൾ സാന്ദീപമുനിയും ദുർബലനായി. സാന്ദീപമുനി പറഞ്ഞു, മകനെ, ഇല്ല മകനെ, നിന്റെ ദൗത്യം വേറെയാണ് മകനെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ വൃന്ദാവനം വിട്ടതിൽ പിന്നെ ഞാൻ ആനന്ദം എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. എൻ്റെ കാലികൾ, എൻ്റെ രാധ, എൻ്റെ ഗോപന്മാർ, എൻ്റെ ഗോപികമാർ, എൻ്റെ യമുനാ നദി, ഞാൻ രാസലീല നടത്തിയ സ്ഥലം, അതിനോളം സന്തോഷം പകരുന്ന ഒന്നും എനിക്കില്ല ഗുരു, ഒന്നും എനിക്കില്ല. എന്നെ പോകാൻ അനുവദിക്കൂ ഗുരു, എന്നെ പോകാൻ അനുവദിക്കൂ ഗുരു. ഗുരു പറഞ്ഞു, ഇല്ല മകനെ, ഇല്ല മകനെ, നിനക്ക് പോകാൻ സാധ്യമല്ല. രാധയെ നീ മറക്കുകയാണ്, എന്നേക്കുമായി മറക്കുകയാണ്. കൃഷ്ണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് എന്തെങ്കിലും ദയുണ്ടെങ്കിൽ ഗുരു, എന്നെ പോകാൻ അനുവദിക്കൂ, അവൾ എന്നെ വിളിക്കുന്നു. അപ്പൊ കൃഷ്ണൻ കേൾക്കുകയാണ്, കണ്ണനുണ്ണി.
കൃഷ്ണൻ പറഞ്ഞു, ഗുരു എന്നെ പോകാൻ അനുവദിക്കൂ. ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നീയും രാധയും എന്നേക്കുമായി അകലുകയാണ്, നീയും രാധയും എന്നേക്കുമായി അകലുകയാണ് മോനെ. കൃഷ്ണൻ നിർനിമേഷനായി നോക്കുകയാണ്, നിർനിമേഷനായി നോക്കുകയാണ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. കൃഷ്ണനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അദ്ദേഹം വാത്സല്യത്തോടെ ആ തലമുടികൾ തലോടി. പക്ഷേ കൃഷ്ണന്റെ കാതുകളിൽ രാധാജിയുടെ വിളി അലയടിക്കുകയാണ്. രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ. അദ്ദേഹം കൃഷ്ണന്റെ കണ്ണുനീർ തുടച്ചിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ നിന്നോട് ചോദിക്കുന്ന ഗുരുദക്ഷിണയാണിത്. എൻ്റെ മകനെ നീ കൊണ്ടുവന്നത് ഗുരുദക്ഷിണയാണെന്ന് പറയും, പക്ഷേ അത് നീ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഗുരു നിന്നോട് ഗുരുദക്ഷിണ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഗുരു എന്തു ചോദിച്ചാലും അത് ഞാൻ നൽകും, ഞാൻ അതിന് ബാധ്യസ്ഥനാണ് ഗുരു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഇവിടെ വെച്ച് ഞാൻ ഒരുക്കുന്ന അഗ്നികുണ്ഡത്തിനെ സാക്ഷിയാക്കി കൃഷ്ണ നീ സത്യം ചെയ്യണം. കൃഷ്ണ, നീ വിവാഹം കഴിക്കാൻ പോവുകയാണ് വേറെ. ഈ ധർമ്മ സംസ്ഥാപനത്തിനായി നിനക്ക് പല പല വിവാഹങ്ങൾ നിനക്ക് കഴിക്കേണ്ടി വരും. നീ വിവാഹിതനാകാതെ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകരുത്. നീ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് പോകരുത്, രാധയെ കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ വിവാഹിതനാകാതെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകരുത്. കൃഷ്ണൻ ഞെട്ടിത്തരിച്ചു പോയി. കൃഷ്ണൻ പറഞ്ഞു, എന്താണ് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഞാൻ രാധയ്ക്ക് അമരത്വം നൽകുകയാണ്. കൃഷ്ണ, രാധയ്ക്ക് അമരത്വം നൽകുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, പ്രഭോ, എനിക്ക് മനസ്സിലായില്ല. സാന്ദീപ മുനി പറഞ്ഞു, കൃഷ്ണ, രാധ പനിനീർപ്പൂ പോലെ വിശുദ്ധമാണ്. കൃഷ്ണ, പനിനീർപ്പൂ പോലെ വിശുദ്ധമാണ് അവൾ. നിനക്ക് വേണ്ടി നീ വൃന്ദാവനത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചവളാണ്. കാരണം നീ പറഞ്ഞിരുന്നു, രാധയെ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ഈ കൃഷ്ണൻ ആ നിമിഷം ഈ രഥത്തിൽ നിന്നിറങ്ങുമെന്ന്. അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി കരച്ചിൽ വന്നിട്ടും കടിച്ചു പിടിച്ച് ചുണ്ട് കടിച്ചു പിടിച്ച് ചോര ഒലിപ്പിച്ചവളാണ്. കൃഷ്ണ, നിനക്ക് നിന്റെ ജീവിതയാത്രയിൽ നിരവധി വിവാഹങ്ങൾ നടത്തേണ്ടി വരും. അവരിൽ ഒരാളായിട്ട് രാധയെ കൂട്ടാൻ ഞാൻ അനുവദിക്കില്ല. കൃഷ്ണൻ സാന്ദീപ മുനിയെ അത്ഭുതത്തോടെ നോക്കി. അതേ കൃഷ്ണ, നീ രാധയെ വിവാഹം കഴിച്ചാൽ നിന്റെ അനവധി ഭാര്യമാരിൽ ഒരാളായി മാത്രം രാധ മാറിപ്പോകും. രാധയെ നീ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ കൃഷ്ണ, അത് ഈ പ്രപഞ്ചത്തിൽ അസാധാരണമായ ഒരു പ്രണയബന്ധത്തിന് തുടക്കം കുറിക്കും. ഈ ലോകം അവസാനിക്കുവോളം കാലം ഈ ലോകത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ സംസാര വിഷയം അതായിരിക്കും, കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ വിവാഹം കഴിച്ചില്ല. പക്ഷേ നീ കല്യാണം കഴിച്ചാൽ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ വിവാഹം കഴിച്ചു എന്നാരും പറയില്ല. കൃഷ്ണ, അവരെല്ലാവരും പിന്നെ രാധയെ നീ നിരവധി വിവാഹം കഴിക്കുന്നതിൽ ഒരാളായി രാധ മാറും. കൃഷ്ണ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ വേറിട്ട് നിൽക്കുന്ന പൂവാണ്. കൃഷ്ണ, നീ വിവാഹം കഴിക്കാതിരുന്നാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം കാലം രാധയുടെ മഹിമ നിലനിൽക്കും. നിന്നേക്കാൾ മുകളിലേക്ക് രാധ വരും. നിന്നേക്കാൾ ജനം സ്നേഹിച്ചു തുടങ്ങും. കൃഷ്ണ, രാധ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്. കൃഷ്ണ, ജനം മുഴുവനും എപ്പോഴും പറയും, കൃഷ്ണ നീ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? കൃഷ്ണൻ പറയും, എല്ലാ ജനങ്ങളും എന്നെ കുറ്റപ്പെടുത്തത്തില്ലേ? ഞാൻ രാധയെ ഉപേക്ഷിച്ചതിന് എന്നെ കുറ്റപ്പെടുത്തില്ലേ സന്ദീപ മുനി? അപ്പോൾ പറഞ്ഞു, തീർച്ചയായും നീ രാധയെ ഉപേക്ഷിച്ചതിന് കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തൽ നീ കേൾക്കണം കൃഷ്ണ.
കാരണം നിന്നിൽ രാധയെ പ്രണയിക്കുമ്പോഴും നീ ഒരു കളങ്കം ചെയ്തു കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, എന്ത് കളങ്കം? ഗോപികമാരുമായുള്ള നിന്റെ അടുപ്പം അതൊരു കളങ്കമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിന്റെ നേർക്ക് ചിലരെങ്കിലും വിരൽ ചൂണ്ടും. പക്ഷെ അതല്ല കൃഷ്ണ പ്രശ്നം, അതല്ല പ്രശ്നം കൃഷ്ണ. നിന്നെ സംബന്ധിച്ചിടത്തോളം രാധ ഈ പ്രപഞ്ച അവസാനം വരെ ഓർക്കപ്പെടണം എന്ന് നിനക്ക് നിർബന്ധമുണ്ടോ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, നിർബന്ധമുണ്ട്. അവൾ എൻ്റെ പ്രണയിനിയാണ്. അങ്ങനെയെങ്കിൽ ഇതാ അഗ്നി ഒരുക്കാൻ പോവുകയാണ്. സാന്ദീപമുനി അഗ്നി ഒരുക്കി. ഇവിടെ വച്ച് നീ സത്യം ചെയ്യൂ, നീ വിവാഹിതനാകാതെ ഇനി ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് പോവുകയില്ല എന്ന് എൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ട് സത്യം ചെയ്യൂ. അഗ്നി സാക്ഷിയായി ഗുരുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നീ ചെയ്യൂ. കൃഷ്ണൻ പറഞ്ഞു, ഗുരു ഹൃദയം പൊട്ടുന്നതാണ് അങ്ങ് ചോദിക്കുന്നത്, ഹൃദയം പൊട്ടുന്നതാണ് അങ്ങ് ചോദിക്കുന്നത്. ഈ കൃഷ്ണൻ അത് സാധ്യമാകില്ല ഗുരു. സാധ്യമാകണം മകനെ. രാധയ്ക്ക് വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത് കൃഷ്ണ, രാധയ്ക്ക് വേണ്ടി, രാധയെ അനശ്വരയാക്കാൻ വേണ്ടി കൃഷ്ണ. നീ അവളെ വിവാഹം കഴിച്ചാൽ അവളെ പിന്നെ ആരും ഓർക്കില്ല, നിന്റെ പ്രഭയിൽ അവൾ മുങ്ങും. അത് പാടില്ല കൃഷ്ണ, അത് പാടില്ല. നീ അവക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണിത്. കൃഷ്ണൻ മുനിയുടെ കൈ പിടിച്ചു, അഗ്നിയുടെ മുകളിലേക്ക് കൊണ്ടുവന്നു. അതേ, കൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലാൻ പോവുകയാണ്. ആ പ്രതിജ്ഞ ചൊല്ലാൻ പോവുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വിവാഹിതനാകാതെ കണ്ണനുണ്ണി, കർമ്മ. കൃഷ്ണൻ പെട്ടെന്ന് കൈകൾ വിട്ടിട്ട് മുനിയുടെ പാദങ്ങളിൽ വീണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനശ്വരാകണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനശ്വരരാകണ്ട, ഞങ്ങളെ രണ്ടുപേരെയും ആരും ഓർക്കണ്ട, ഞങ്ങളെ ജീവിക്കാൻ വിടൂ മുനി, ഞങ്ങളെ ജീവിക്കാൻ വിടൂ, ഞങ്ങൾക്ക് അനശ്വരത വേണ്ട, ഞങ്ങളെ ആരും ഓർക്കണ്ട. രാധ എന്നെ ഓർത്താൽ മതി, ഞാൻ രാധയെ ഓർത്താൽ മതി, ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ വിടൂ മുനിയെ, ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ വിടൂ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഗോവിന്ദ രാധേ രാധേ, രാധേ രാധേ, ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ, ഗോവിന്ദ ഗോവിന്ദ രാധേ. മുനി അദ്ദേഹത്തെ, കൃഷ്ണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ചക്രായുധം കൊണ്ട് എതിരാളിയുടെ ശിരസ് നിഷ്കരണം ഛേദിക്കുന്നവനാണ് നീ. നീയാണോ ഇങ്ങനെ ദുർബലനാകുന്നത്? കൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്ന സത്യവാചകം ചൊല്ലൂ. അതിനുശേഷം മുനി സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി. കൃഷ്ണൻ ആ സംസ്കൃത ശ്ലോകങ്ങൾ ഏറ്റുപറഞ്ഞു. അതിനുശേഷം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വസുദേവനന്ദൻ, ദേവകീനന്ദൻ, എൻ്റെ ഗുരു സാന്ദീപ മുനിക്ക് വാക്ക് തരുന്നു, ഞാൻ വിവാഹിതനാകാതെ ഒരിക്കലും ഇനി വൃന്ദാവനത്തിലേക്ക് പോകില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. പെട്ടെന്നായിരുന്നു അന്തരീക്ഷത്തിൽ ഒരു ഇടിവെട്ടിയത്. ഇടിവെട്ടുക മാത്രമല്ല, കോരിച്ചൊരിഞ്ഞ മഴയായിരുന്നു. ആ മഴയിലെ അഗ്നി അണഞ്ഞുപോയി. ഈ സമയത്ത് വൃന്ദാവനത്തിൽ നൃത്തമാടിക്കൊണ്ടിരുന്ന രാധാറാണി ബോധരഹിതയായി നിലംപതിച്ചു. കൃഷ്ണനാകട്ടെ ശരീരം തണുത്തുറഞ്ഞ് ആ മഴ നനഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സാന്ദീപ
സാന്ദീപമുനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാന്ദീപമുനിക്ക് മനസ്സിലായി കൃഷ്ണൻ എന്തുമാത്രം രാധയെ സ്നേഹിക്കുന്നുവെന്ന്. അദ്ദേഹം അടുത്തു ചെന്നു. മഴ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന കൃഷ്ണനെ തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, കൃഷ്ണ, രാധ അനശ്വരയാകും, രാധ അനശ്വരയാകും. കൃഷ്ണൻ പൊട്ടിക്കരയാൻ തുടങ്ങി. രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ. ഓ രാധേ രാധേ. അതെ, ഗോവിന്ദനിൽ നിന്ന് രാധ മാറുകയാണ്. ഗോവിന്ദനിൽ നിന്ന് രാധ മാറുകയാണ്. അല്ല, ഗോവിന്ദനിൽ നിന്ന് രാധയെ മാറ്റുകയാണ്. ഗോവിന്ദനിൽ നിന്ന് രാധയെ മാറ്റുകയാണ്. രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ, രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ. പെട്ടെന്നാണ് സാന്ദീപമുനി അത് കണ്ടത്. അതേ, കൃഷ്ണൻ ബോധരഹിതനായിരിക്കുന്നു. കൃഷ്ണൻ ബോധരഹിതനായിരിക്കുന്നു. സാന്ദീപമുനി കൃഷ്ണന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. അതേ, ശരീരം തണുത്തു മരവിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം തീർത്ഥജലമെടുത്തു, മന്ത്രം ജപിച്ചു, കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് തളിച്ചു, കൃഷ്ണനെ താങ്ങിയെടുത്തു, കൃഷ്ണന് ജലം കൊടുത്തു, കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. അതേ, സാന്ദീപമുനിയും കൃഷ്ണനും ആലിംഗനബദ്ധരായി നിന്നു. ഒരച്ഛന്റെ മാറിൽ കുഞ്ഞെന്ന പോലെ കൃഷ്ണൻ സാന്ദീപമുനിയുടെ നെഞ്ചിൽ വിങ്ങി വിങ്ങിക്കരഞ്ഞു. ഈ സമയത്ത് യാതൊന്നും അറിയാതെ വൃന്ദാവനത്തിൽ ആരോരും അറിയാതെ ബോധശൂന്യായി രാധാജിയും കിടക്കുകയാണ്. അതേ, എൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ, എൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ, ഇങ്ങനെയാണ് കൃഷ്ണൻ രാധയെ മറന്നിട്ടില്ല. കൃഷ്ണൻ രാധയെ മറന്നിട്ടില്ല. കൃഷ്ണന്റെ നെഞ്ചപ്പഴും പിടിക്കുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. അതെ, കൃഷ്ണൻ രാധയെ മറന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി നിങ്ങളെ ഞാൻ മറ്റൊരിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ബലരാമൻ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക്. അതെ, ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയെ തനിക്ക് ലഭിക്കുമെന്ന അറിവിൽ ഉത്സാഹഭരിതനായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബലരാമൻ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ബലരാമൻ ജ്യേഷ്ഠൻ അത്യധികം ഉത്സാഹത്തിലാണ്. നിങ്ങളെ ഞാൻ മറ്റൊരു സൂപ്പർ പ്രണയകഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൃഷ്ണനോളം തന്നെ കിടപിടിക്കുന്ന പ്രണയമാണ് ആരുടേത്? ബലരാമൻ ജ്യേഷ്ഠൻ്റേതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും ശ്രീകൃഷ്ണന്റെ പ്രഭയിൽ മുങ്ങിപ്പോയൊരു കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? ബലരാമൻ ജ്യേഷ്ഠൻ. ബലരാമൻ ജ്യേഷ്ഠൻ അങ്ങ് അത്യധികമായ ഉത്സാഹം. ബലരാമൻ ജ്യേഷ്ഠന്റെ ഉത്സാഹം കണ്ടിട്ട് സാന്ദീപ മഹർഷി ഉണ്ടല്ലോ, സാന്ദീപ മുനിയുടെ 5 ശിഷ്യന്മാര് ബലരാമൻ ജ്യേഷ്ഠന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അതുകൂടാതെ ബലരാമനോടുള്ള വാത്സല്യം കൊണ്ട് ദമഘോഷനാകട്ടെ തൻ്റെ 10 ഭടന്മാരെ ആർക്ക് വിട്ടുകൊടുത്തു? ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ ബലരാമൻ ജ്യേഷ്ഠനും രേവതിയുടെ പിതാവായ രേവതനും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആദ്യം പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. പ്രഭാസത്തിലെ രാജാവും ജനങ്ങളും അറിഞ്ഞു, ഇതാ ജരാസന്ധനെ തോൽപ്പിച്ച സാക്ഷാൽ ബലരാമൻ വരുന്നു. എല്ലാവർക്കും വലിയ ഉത്സാഹമായി. ബലരാമൻ ജ്യേഷ്ഠനെ കാണാൻ ആളുകൾ തടിച്ചുകൂടി. ബലരാമൻ ജ്യേഷ്ഠൻ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് ശിവനെ തൊഴുതു. അതിനുശേഷം
പ്രഭാസത്തിലെ രാജാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹവും കുറച്ച് ഭടന്മാരെ വിട്ടുകൊടുത്തു എന്ന് മാത്രവുമല്ല, അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ കപ്പലുകളും കൊടുത്തു. പക്ഷേ ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നിങ്ങൾ കുശസ്ഥലി കീഴടക്കി കഴിഞ്ഞാൽ ഉടനെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഗിരിനഗരവും കൂടെ കീഴടക്കണം. ആ ഗിരിനഗരമില്ലെങ്കിൽ ആപത്താണ്. എൻ്റെ ശത്രുക്കളാണ് ഗിരിനഗരക്കാർ, നിങ്ങളുടെയും ശത്രുക്കളാണ്. അതുകൊണ്ട് അതും കൂടെ കീഴടക്കണം. ബലരാമൻ ജ്യേഷ്ഠനാകട്ടെ രേവതി ഉള്ളത് കൊണ്ടൊരു ഉന്മാദാവസ്ഥയിലാണ് ആര് നിൽക്കുന്നത്? ബലരാമൻ ജ്യേഷ്ഠൻ നിൽക്കുന്നത്. ബലരാമൻ ജ്യേഷ്ഠൻ എന്തും സമ്മതിക്കും. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നിശ്ചയമായും ഞാനത് കീഴടക്കും. അങ്ങനെ അവർ പ്രഭാസത്തിലെ കടൽ തീരത്തിലേക്ക് എത്തുകയാണ്. ജയസേനൻ കൊടുത്ത രഥത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ കാണാം നമ്മുടെ ബിക്കുരു അമ്മാവൻ്റെ കപ്പൽ വരുന്നു. പണ്ട് കൃഷ്ണൻ പുണ്യജന രാക്ഷസന്മാരെ കീഴടക്കി നാഗലോകത്ത് ചെന്ന് സാന്ദീപമുനിയുടെ മകൻ പുനർദത്തനെ കൊണ്ടുവന്ന, അപ്പോൾ ഇവർ ചെറു തോണികളിൽ കയറി ബിക്കുരു അമ്മാവൻ്റെ കപ്പലിലേക്ക് പോയി. ബിക്കുരു അമ്മാവനും അനന്തരവൻ കുക്കുരുവും പിന്നെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ഹുല്ലു, ഹുക്കു, ഇവരെല്ലാം അവിടെ മരപ്പണി ചെയ്യുന്ന രദ്ദു എല്ലാവരും വന്ന് ബലരാമൻ ജ്യേഷ്ഠനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അവർ പറഞ്ഞു, നമ്മുടെ കൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ്. എന്നിട്ട് അവർ നാഗലോകത്ത് നിന്ന് കൃഷ്ണൻ പുനർദത്തനെ രക്ഷിച്ചു കൊണ്ടുവന്ന അത്ഭുത കഥകൾ പറഞ്ഞു. ബിക്കുരു പറഞ്ഞു, ഈ കപ്പല് എനിക്ക് സ്വന്തമാക്കി തന്നത് കൃഷ്ണനാണ്. അവര് കൃഷ്ണനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടാൻ തുടങ്ങി. ബലരാമൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ബിക്കുരു അമ്മാവ, എനിക്ക് ബിക്കുരു അമ്മാവൻ്റെ സഹായം വേണം. ബിക്കുരു അമ്മാവന് ഈ കടല് നല്ല വശമാണ്. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് എൻ്റെ സഹായം വേണ്ടത്? അപ്പോൾ പറഞ്ഞു, വേറൊന്നിനുമല്ല, ഞങ്ങൾ കുശസ്ഥലി പിടിച്ചടക്കാൻ പോവുകയാണ്. ബിക്കുരു അമ്മാവൻ ഞെട്ടിപ്പോയി. എന്ത്? കുശസ്ഥലി പിടിച്ചെടുക്കാനോ? കുഞ്ഞെ, അസാധ്യം. പുണ്യജന രാക്ഷസന്മാർ വാഴുന്ന കുശസ്ഥലി പിടിച്ചെടുക്കുക അസംഭാവ്യം. ബലരാമൻ ജ്യേഷ്ഠൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അസംഭാവ്യമായതിനെ സംഭാവ്യമാക്കി തീർക്കും ഞാൻ. അതാണ് ബലരാമൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി, പുണ്യജന രാക്ഷസന്മാര് കരവഴിയുള്ള ആക്രമണത്തെയാണ് ഭയക്കുന്നത്. അതുകൊണ്ട് അവർ കരയിലും 3 വലിയ കോട്ടകൾ നിർമ്മിച്ചു. കടൽ വഴി അവർക്ക് പ്രശ്നമില്ല, കാരണം അവരിരുട്ട വെളുക്ക കടലിൽ മുഴുകി കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ കരവഴി പാടാണ്. ഞങ്ങൾ കടൽ വഴി ആക്രമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ അവരെ ആക്രമിച്ചിരിക്കും. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ അനന്തനാണ്, അനന്തൻ്റെ അവതാരമാണ്. എൻ്റെ പിതാവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഞാൻ ജനിച്ച സമയത്ത് എന്നെ അനന്തൻ്റെ രൂപത്തിലാണ് അത്രേ കണ്ടത്. അപ്പോൾ ഉദ്ധവനുണ്ട്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഉദ്ധവനാകട്ടെ ഇവരെ കണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ്. കാരണം കുക്കുരുവൊക്കെ ആയിട്ട് പണ്ടേ ഉദ്ധവന് പരിചയമുണ്ട്. ഉദ്ധവൻ പറഞ്ഞു, അതെ, ബലരാമൻ ജ്യേഷ്ഠൻ ആരാണെന്നറിയാമോ? അനന്തൻ്റെ അവതാരമാണ്. എന്നിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ അനുജൻ കൃഷ്ണനെ കുറിച്ച് അറിയാമോ? ഗോമന്തകത്ത് വെച്ച് ജരാസന്ധൻ ഞങ്ങളെ അഗ്നിയിൽ കൊല്ലാൻ പോയപ്പോൾ കൃഷ്ണൻ സമുദ്രത്തോട് ആജ്ഞാപിച്ചു. ആ സമുദ്രം വന്ന് തീയണച്ചു. അപ്പോൾ ബുക്കുരു പറഞ്ഞു, അത് ശരിയാണ്. കാരണം കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ കപ്പലിൽ ഉണ്ടായിരുന്ന സമയത്ത് സമുദ്രം അങ്ങേയറ്റം എന്തായിരുന്നു? ശാന്തമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃഷ്ണൻ എല്ലാമാണ്. പക്ഷേ ഇതിന് ഞാൻ വരില്ല. അപ്പോൾ ബലരാമൻ പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ അവിടെ പോയാൽ അവിടെയുള്ള കുശസ്ഥലിക്കാരെ തോപ്പിച്ചാൽ അവിടെ നിന്ന് പിടിച്ചടക്കുന്ന കപ്പലുകൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ് ബുക്കുരു. അപ്പോൾ ബുക്കുരുവിൻ്റെ കണ്ണുകൾ ആർത്തി കൊണ്ടൊന്ന് തിളങ്ങി. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ബുക്കുരു അമ്മാവന് ഒരു സന്ദേശം കൃഷ്ണൻ തന്നയച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്കുരു ചോദിച്ചു, സന്ദേശമോ? എന്ത് സന്ദേശമാണത്? കൃഷ്ണൻ്റെ സന്ദേശം കേൾക്കാൻ എനിക്ക് ധൃതിയായി. അപ്പോൾ വായിച്ചു, പ്രിയപ്പെട്ട ബുക്കുരു അമ്മാവന് കുശസ്ഥലി പിടിച്ചടക്കാനായിട്ട്
എൻ്റെ ജ്യേഷ്ഠൻ വരുന്നുണ്ട്, ഞാൻ കൂടെ വരണമെന്ന് കരുതിയതാണ്, പക്ഷേ എനിക്ക് അത്യാവശ്യമായി മധുരയിൽ പോകണം എന്ന് മാത്രവുമല്ല, ബുക്കുരു അമ്മാവനുള്ളപ്പോൾ കടൽ ഉള്ളം കയ്യിലല്ലേ ബുക്കുരു അമ്മാവന്. ബുക്കുരു അമ്മാവനുള്ളപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. ബുക്കുരു അമ്മാവനെ വിശ്വസിച്ചാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ അയക്കുന്നത്. ബുക്കുരു അമ്മാവൻ വല്ലാത്ത അവസ്ഥയായി. കുക്കുരു ആകട്ടെ രോമാഞ്ചം കൊണ്ടു. കുക്കുരു പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ, ഭഗവാൻ ശ്രീകൃഷ്ണന് നമ്മളെ എന്ത് വിശ്വാസമാണ് ബുക്കുരു അമ്മാവ, അദ്ദേഹത്തെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി ഒന്നും ചിന്തിക്കണ്ട. അപ്പൊ രദ്ദുവും ഹുല്ലുവും ഹുക്കുവും പറഞ്ഞു, കൃഷ്ണ ഭഗവാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, നമ്മൾ അനുസരിക്കണം. അപ്പൊ ബുക്കുരു വിചാരിച്ചു, അതെ കൃഷ്ണ ഭഗവാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ പുണ്യജന രാക്ഷസന്മാരുടെ സകല കപ്പലുകളുടെയും ഉടമയാകണമെന്ന്. അപ്പൊ ബുക്കുരു അമ്മാവൻ പറഞ്ഞു, വരാം മകനെ വരാം. ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, കൃഷ്ണന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, കൃഷ്ണന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞങ്ങളുടെ എല്ലാമാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ ബുക്കുരു അമ്മാവനെ കൂടെ കൂട്ടി. അതൊരു വലിയ അനുഗ്രഹമാണ്. പുണ്യജന രാക്ഷസന്മാരുടെ താവളങ്ങളെക്കുറിച്ച് ബുക്കുരുവിനെ പോലെ അറിയാവുന്നവരാരുമില്ല. അതെ, കൃഷ്ണനില്ലാതെ ബലരാമൻ ജ്യേഷ്ഠൻ ഒറ്റയ്ക്കൊരു യുദ്ധം നയിക്കാൻ പോവുകയാണ്. അത് കൃഷ്ണൻ അതിന് അവസരം മനഃപൂർവ്വം ഒരുക്കി കൊടുത്തതാണ്. എല്ലാം തൻ്റെ പേരിൽ വന്ന് വീഴുന്നു, തൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിൽ ഒന്ന് വീഴണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ കപ്പലിൻ്റെ ഏറ്റവും മേൽത്തട്ടിലായിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ, രേവതൻ, ഉദ്ധവൻ, ബുക്കുരു, ഹുല്ലുവും ഹുക്കുവും രദ്ദുവും ഒക്കെ താഴെ അങ്ങനെ പോയിക്കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയെ ഒന്ന് നോക്കി. രേവതിക്ക് എപ്പോഴും ഭയങ്കര ഗൗരവമാണ്. രേവതിക്ക് ആ പ്രതിജ്ഞ പാലിക്കണം, അത് പിടിച്ചെടുക്കണം. കുശസ്ഥലി പിടിച്ചെടുത്തില്ലെങ്കിൽ അഗ്നിപ്രവേശം നടത്തുമെന്നാണ് രേവതി ശപഥം ചെയ്തിരിക്കുന്നത്. പക്ഷെ ബലരാമൻ ജ്യേഷ്ഠൻ ഒന്നും കൂടെ രേവതിയെ നോക്കിയിട്ട് ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ബലരാമൻ ജ്യേഷ്ഠന് പോലും അത്ഭുതമായി പോയി, തന്നിൽ ഇങ്ങനെയും ഒരു പ്രണയമുണ്ടോ. അപ്പൊ രേവതി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി പോലും ധാരാളമായിരുന്നു. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ ഉദ്ധവനെ പൊക്കിയെടുത്തു സന്തോഷം കൊണ്ട്. എന്നിട്ട് ബുക്കുരു അമ്മാവനെ സന്തോഷം കൊണ്ടൊരടിയടിച്ചു. പക്ഷെ സന്തോഷം കൊണ്ടടിച്ചാലും ബുക്കുരു അമ്മാവൻ കൂനിപ്പോയി. ബുക്കുരു അമ്മാവൻ പതുക്കെ മാറി നിന്നു. കാരണം ഇനിയും ബലരാമന്റെ ഒരടി സന്തോഷം കൊണ്ടായാലും താങ്ങാൻ പറ്റത്തില്ല. ബുക്കുരു അമ്മാവൻ മാറി നിന്നു. അപ്പോഴ് അവർ കടലിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ബുക്കുരു പറഞ്ഞു, സൂക്ഷിക്കണം, ആ വരുന്ന കപ്പലുകൾ പുണ്യജന രാക്ഷസന്മാരുടേതാണ്, നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോഴേക്കും ഉദ്ധവനും സാന്ദീപ മുനിയുടെ ശിഷ്യന്മാരും അതോടൊപ്പം ദമഘോഷന്റെ പടയാളികളും പ്രഭാസന്റെ തീർത്ഥത്തിലെ രാജാവ് അയച്ച ഭടന്മാരുമെല്ലാം തയ്യാറായി. അവർ കപ്പൽ കൊണ്ടുവന്ന് ബലരാമൻ ജ്യേഷ്ഠന്റെ കപ്പലിൽ ഇടിച്ചു. അപ്പോഴേക്കും ഇവരിൽ നിന്ന് അമ്പുകൾ തുരുതുരാ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അതിനകത്തുണ്ടായിരുന്നവർ ഒന്നൊന്നായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും 4 വശത്തു നിന്നും കപ്പലുകൾ വന്ന് വളയാൻ തുടങ്ങി. ഒരു കൂട്ടർ ഇതിൻ്റെ പങ്കായം മുറിച്ചു. ബുക്കുരുവിൻ്റെ കപ്പലിൻ്റെ പങ്കായം മുറിച്ചു. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ കപ്പലിൻ്റെ കൊളുത്തെടുത്ത് ആഞ്ഞു വീശി ആ കപ്പൽ കൊളുത്ത് അതിൻ്റെ നങ്കയിൽ ചെന്ന് പിടിച്ചു. എന്നിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ ഒറ്റ വഴി കപ്പൽ 2ആയി പിളർന്നു. അതിലേക്ക് വെള്ളം എരച്ചു കയറാൻ തുടങ്ങി. പ്രാണന് വേണ്ടി അവർ വെള്ളത്തിൽ ചാടാൻ തുടങ്ങി. ഈ സമയത്ത് കയ്യിൽ കിട്ടിയവരെയൊക്കെ നമ്മുടെ ഉദ്ധവനും കൂട്ടരും കൂടെ ചേർന്ന് കൊന്നൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി. പുണ്യജന രാക്ഷസന്മാരുടെ കപ്പലുകൾക്ക് മനസ്സിലായി ഇവരെ ജയിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർ തിരിച്ചുപോയി. പക്ഷേ ഈ പങ്കായം ശരിയാകണം, പങ്കായം ശരിയായാലേ പോകാൻ പറ്റൂ. രദ്ദുവും കൂട്ടരും കൂടെ പങ്കായം ശരിയാക്കാൻ തുടങ്ങി. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇതെപ്പോൾ ശരിയാകും? അപ്പോൾ പറഞ്ഞു, ഉടനെ റെഡിയാകും. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഒരാപത്തുണ്ട്. പുണ്യജന രാക്ഷസന്മാർ ചെന്ന് അറിയിപ്പ് കൊടുക്കും. അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരുടെ സൈന്യം നിൽക്കും. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവരെത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം.
അപ്പോൾ ബുക്കുരു പറഞ്ഞു പങ്കായമില്ലാതെ എങ്ങനെ എത്തും, പങ്കായം ദിന്ദു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലരാമന് കോപം വന്നു. രേവതി ബലരാമന്റെ മുഖത്തേക്ക് നോക്കി, ഇതെന്തൊരു മനുഷ്യനാണ്, കോപം കൊണ്ട് കണ്ണുകൾ ചുവന്നിട്ട് ബലരാമൻ പറഞ്ഞു, ഞാൻ ബലരാമൻ, അനന്തന്റെ അവതാരം, ഈ ഭൂമിയെ താങ്ങി നിർത്തുന്ന സാക്ഷാൽ അനന്തൻ, മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ വായുവിനോട് ആജ്ഞാപിക്കുകയാണ്, കാറ്റുകൾ ഉണരട്ടെ, പ്രചണ്ഡവാദം വീശട്ടെ. വായു ഭഗവാനെ, ഈ കപ്പലിനെ പുണ്യജന രാക്ഷസന്റെ അടുക്കലേക്ക് അയക്കൂ. വായു ഭഗവാനോട് ആജ്ഞാപിക്കുന്ന ബലരാമനെ അത്ഭുതത്തോടു കൂടിയാണ് രേവതിയും രേവതനും കപ്പലിലെ ജോലിക്കാരും കണ്ടത്. പെട്ടെന്ന് വായുവിൻ്റെ ഒരു തിരയിളക്കം, സമുദ്രമൊന്ന് ഉയർന്നു പൊങ്ങി, ശക്തമായ കാറ്റ് വീശി. അതേ, എല്ലാവരും അത്ഭുതപ്പെട്ടു. കപ്പൽ നീങ്ങുകയാണ്. ബലരാമന്റെ ആജ്ഞ വായു ഭഗവാൻ അനുഗ്രഹിക്കുക, മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ബുക്കുരുവും കൂട്ടരും പറഞ്ഞു, ഓം ശ്രീ ബലരാമായ നമഃ, ഓം ശ്രീ ബലരാമായ നമഃ, ഓം ശ്രീ ബലരാമായ നമഃ. അവർക്ക് മറ്റൊന്നും അറിയില്ല. ഓം വെച്ച് ബലരാമന്റെ പേരും വെച്ച് പറയാൻ തുടങ്ങി. അത് രേവതിക്ക് ഇഷ്ടപ്പെട്ടു. രേവതി ഒന്ന് പുഞ്ചിരിച്ചു, ബലരാമനും അത് ആസ്വദിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? തങ്ങളെക്കാൾ മുമ്പേ പോയ പുണ്യജന രാക്ഷസന്മാരുടെ കപ്പലിന്റെ അടുക്കലെത്തി. ബലരാമൻ തന്റെ ഹലായുധം കൊണ്ട് ഒരൊറ്റയടി കപ്പലുകൾ തകർന്നു പോയി. കപ്പൽ വീണ്ടും മുന്നോട്ട് നീങ്ങി. അവിടെ പുണ്യജന രാക്ഷസന്മാരുടെ തീരത്ത് കിടന്നിരുന്ന കപ്പലുകാർക്ക് അപകടം മണത്തില്ല. കാരണം ബുക്കുരുവിന്റെ കപ്പൽ അവർക്ക് പരിചയമാണ്, ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ബുക്കുരുവിന്റെ കപ്പൽ വന്നതുകൊണ്ട് അവർ അപകടം മണത്തില്ല. കരയ്ക്കടുത്തതും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും ചാടിയിറങ്ങി. കപ്പലുകൾ ആട്ടിച്ചു തകർത്തു. കയ്യിൽ കിട്ടിയവരെയൊക്കെ കൊന്നൊടുക്കി. അവർ 4 ഭാഗങ്ങളായി തിരിഞ്ഞു. ഉദ്ധവന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഒരു വശത്തേക്ക്, രേവതന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഒരു വശത്തേക്ക്, ബലരാമന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം മറ്റൊരു വശത്തേക്ക്. അങ്കക്കലി പൂണ്ട് നിൽക്കുകയാണ് രേവതി. അങ്കക്കലി പൂണ്ട് നിൽക്കുന്ന രേവതിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം മറ്റൊരിടത്തേക്ക്. ബുക്കുരുവും കൂട്ടരും ബാക്കിയുള്ള കപ്പൽ ജീവനക്കാരെ നേരിട്ടു. ഞൊട്ടിയിട കൊണ്ട് ബലരാമൻ ജ്യേഷ്ഠൻ അവിടെ ഉഴുതു മറിക്കുകയായിരുന്നു. ഒട്ടും യാതൊരുവിധ തയ്യാറെടുപ്പുമില്ലാതിരിക്കുകയായിരുന്നു പുണ്യജന രാക്ഷസന്മാര്. അവരുടെ കോട്ട കൊത്തളങ്ങളിൽ കടന്നു ചെന്ന് ബലരാമൻ ജ്യേഷ്ഠൻ ആട്ടിച്ചു തകർത്ത് സകലരെയും കീഴടക്കി. അതേ, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കുശസ്ഥലി കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു ബലരാമൻ ജ്യേഷ്ഠൻ. ബുക്കുരു ഓടിച്ചെന്നു, അടിമകളെ പൂട്ടിയിട്ടിരിക്കുന്ന വാതിൽ തുറന്നു, അടിമകളെ സ്വതന്ത്രരാക്കി. അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം ഈ അടിമകളെ ഓരോരുത്തരെയായിട്ട് പുണ്യജന രാക്ഷസന്മാര് ബലി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. അവരോട് ആഹാരം പാചകം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം ആഘോഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 3 ദിവസം അവിടെ നിന്നു. 4-ാം ദിവസം ബലരാമൻ പറഞ്ഞു, എനിക്ക് വാക്കുപാലിക്കണം, ഗിരിനഗരം ആക്രമിക്കണം. അപ്പോൾ നമുക്ക് സൈന്യം മുന്നോട്ട് പോകാം. അപ്പൊ രേവതി പറഞ്ഞു, ഞാനും വരുന്നു. അപ്പൊ കൃഷ്ണൻ ഒന്ന് നോക്കിയാൽ, ബലരാമൻ ജ്യേഷ്ഠൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, നീ വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ രേവതി പറഞ്ഞു, ഇല്ല, ഞാൻ വരും. അങ്ങ് എവിടെ പോയാലും ഞാൻ വരും. അങ്ങയെ തനിച്ച് ഞാൻ വിടില്ല. ഞാനാണ് പറയുന്നത് രേവതി. അത് കേട്ടപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ കോരിത്തെരിച്ചു പോയി. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്നാ വന്നുകൊള്ളൂ, നിന്റെ ശരീരത്ത് ഒരു മുള്ളു പോലും കൊള്ളാതെ ഞാൻ നോക്കും. രേവതി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇതിൻ്റെ കാടുകളിൽ, ഗിരിനഗരത്തിൻ്റെ സമീപമുള്ള കാടുകളിൽ നാഗന്മാരുണ്ട്. ഒരു ഘട്ടത്തിൽ ശര്യാതന്മാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചത് പരശുരാമനാണ്. ഇനി മറ്റൊരു രാമൻ അവരെ രക്ഷിക്കാൻ വരുമെന്ന്
എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ ബലരാമൻ വന്നിരിക്കുന്നു. അവർ ഉത്സുകരായി, അവർ നാഗാസ്ത്രങ്ങളുമായി അണിനിരന്നു. ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും ഗിരിനഗരത്തിലേക്ക് ചെന്നു. ഗിരിനഗരത്തിലെ രാജാവ് കുതിരകളുമായി മുന്നോട്ട് വന്നു. ബലരാമൻ ജ്യേഷ്ഠന്റെ കൂട്ടത്തിലുള്ളവര് രഥം ഓടിച്ചു കൊണ്ടുവന്നു. കുതിരയുടെ മസ്തകം അട്ടിച്ചു പൊളിച്ചു. രേവതിയാകട്ടെ അമ്പുകൾ തുരുതുരാന്നയച്ചു. മിനിറ്റുകൾ കൊണ്ടാണ് ബലരാമൻ ജ്യേഷ്ഠൻ യുദ്ധം ജയിക്കുന്നത്. ഗിരിനഗരവും കീഴടക്കി. കുശസ്ഥലിയും ഗിരിനഗരവും കീഴടക്കി. ആഹ്ലാദം കൊണ്ട് ജനങ്ങൾ തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. ബലരാമൻ ജ്യേഷ്ഠനാകട്ടെ തൻ്റെ സുരപാനം തുടങ്ങി. ഇടയ്ക്കൊരൽപ്പം രേവതിക്കും കൊടുത്തു. രേവതിക്ക് സന്തോഷമായി. അങ്ങനെ അന്നേക്ക് 3-ാം ദിവസം കുശസ്ഥലിയിലെ രാജാവായിട്ട് രേവതനെ അഭിഷിക്തനാക്കി. വലിയ ചടങ്ങുകളോടുകൂടി രേവതൻ കുശസ്ഥലിയിലെ രാജാവായി. ഈ സമയത്ത് ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും അവിടെ കുറച്ചു നാൾ നിന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്ക് മധുരയിലേക്ക് പോകണം. മധുരയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രേവതൻ പറഞ്ഞു, നോക്കൂ, എനിക്ക് പ്രായമായി, എനിക്ക് വയസ്സായി കഴിഞ്ഞു. ഈ സാമ്രാജ്യം നോക്കാൻ ഇനി വേറെ ആരാണുള്ളത്? അപ്പോൾ പറഞ്ഞു, രേവതിയില്ലേ, രേവതി ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഞാൻ അങ്ങയോടൊരു കാര്യം ഉണർത്തിക്കട്ടെ. ബലരാമൻ ചോദിച്ചു, എന്താണ്? എൻ്റെ മകൾ രേവതിയെ അങ്ങ് സ്വീകരിക്കുമോ? അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് രേവതിയെ ഇഷ്ടമാണ്, എനിക്ക് രേവതിയെ ഇഷ്ടമാണ്. രേവതിയുടെ അഭിപ്രായം എനിക്കറിയില്ല. ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയെ നോക്കിയിട്ട് പറഞ്ഞു, രേവതി, നിനക്കെന്നെ ഇഷ്ടമാണോ? രേവതി രജ്ജിച്ച് തലകുനിച്ചു. അത് തന്നെ ഒരു അടയാളമായിരുന്നു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ എനിക്ക് മധുരയിൽ പോകണം. മധുരയിൽ പോയി ഞാൻ തിരിച്ചു വരണം. അതിനുശേഷമേ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമാകൂ. അപ്പോൾ രേവതി, ഏതാനും വർഷങ്ങൾ കൂടി എനിക്ക് വേണ്ടി നീ കാത്തിരിക്കുമോ? രേവതി കണ്ണുകൾ പൊത്തിക്കൊണ്ട് ബലരാമനെ നോക്കി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, പറയൂ രേവതി, ഏതാനും വർഷങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ജീവിതത്തിൽ ആദ്യമായി രേവതി ഒന്ന് ചുണ്ടനക്കി. രേവതി പറഞ്ഞു, വർഷങ്ങൾ മാത്രമല്ല, ഈ ജന്മം മുഴുവൻ ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കും. ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ബലരാമൻ ജ്യേഷ്ഠന് പിന്നെ പരിസരത്ത് ആര് നിൽക്കുന്നു ഇതൊന്നും ബലരാമൻ ജ്യേഷ്ഠൻ ഒരു പ്രശ്നമല്ല. ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ചോദിച്ചു, സത്യമാണോ? രേവതി അതേ എന്നിങ്ങനെ തലയാട്ടി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഞാൻ പോയിട്ട് എൻ്റെ മാതാവിനെയും കൃഷ്ണനെയും കൊണ്ട് ഞാൻ ഇവിടെ വരും രേവതി. നമ്മുടെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വരും രേവതി എന്ന് പറഞ്ഞു. രേവതി ഒന്ന് പുഞ്ചിരിച്ചു. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ബലരാമൻ ജ്യേഷ്ഠന് പോകാനുള്ള സമയമായി. ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയുടെ അടുക്കൽ ചെന്നിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രേവതി, ഞാൻ പോവുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, അങ്ങ് പോവുകയാണോ? അപ്പോൾ പറഞ്ഞു, അതേ. അപ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അയ്യോ, ഇതെന്താണിത്? പടക്കളത്തിൽ പുലിയെപ്പോലെ നിൽക്കുന്ന ആളല്ലേ രേവതി? പുലികൾ കരയാറുണ്ടോ? അപ്പോൾ രേവതി പറഞ്ഞു, അങ്ങേക്ക് സങ്കടമില്ലേ? അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഞാൻ ബലരാമനാണ്, ബലരാമൻ കരയാറില്ല, ബലരാമൻ വേദനിക്കാറില്ല രേവതി. എന്നിട്ടൊരു ചിരിച്ചിട്ട് പറഞ്ഞു, കരയരുത് രേവതി, കരയരുത്, ഞാൻ വരും. അങ്ങനെ രേവതിയുടെ കയ്യും പിടിച്ച് ബലരാമൻ ജ്യേഷ്ഠൻ വന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു. ബലരാമൻ ജ്യേഷ്ഠൻ ഇറങ്ങാൻ പോയ ബലരാമൻ ജ്യേഷ്ഠൻ ഒന്ന് തിരിഞ്ഞു നിന്നു. ബലരാമൻ ജ്യേഷ്ഠൻ നടന്ന് രേവതിയുടെ അടുക്കലേക്ക് വന്നു. രേവതിയുടെ കൈകൾ തൻ്റെ കൈകളിലേക്കെടുത്തു.
ബലരാമൻ ജ്യേഷ്ഠൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് രേവതി കണ്ടു. അത്രയും പേരുടെ മുമ്പിൽ വെച്ച്. കാരണം പച്ചയായ മനുഷ്യനാണ് ബലരാമൻ ജ്യേഷ്ഠൻ. ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയുടെ മുഖം കോരിയെടുത്ത് ആ നെറ്റിയിൽ ചുംബിച്ചു. രേവതി കണ്ണുകൾ അടച്ചു നിന്നു. പക്ഷേ രേവതി ഒരു കാര്യം അറിയുകയായിരുന്നു, തൻ്റെ കവിളുകൾ നനയുന്നതായിട്ട്. അതെങ്ങനെ നനയുന്നു? രേവതി നോക്കിയപ്പോൾ ബലരാമൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരടർന്ന് ആ കവിളിൽ വീഴുകയാണ്. രേവതി നോക്കുകയാണ്. എന്തൊരത്ഭുത മനുഷ്യൻ! അല്പം മുമ്പ് പറഞ്ഞതാണ് ബലരാമൻ കരയാറില്ല. ആ ബലരാമൻ, ഈ മനുഷ്യൻ പുറമേ പാറയാണ്, ഉള്ളിൽ നീരുറവയാണ്. രേവതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി. രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബലരാമനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ബലരാമനും കെട്ടിപ്പിടിച്ചു. ബലരാമൻ രേവതി ഏങ്ങി കരഞ്ഞു. ബലരാമനാകട്ടെ ആ ഒരു തുള്ളി കണ്ണീരിനകത്തെല്ലാം ഒതുക്കി രേവതിയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. കണ്ടുകൊണ്ട് നിന്ന ഉദ്ധവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദമഘോഷന്റെ പടയാളികളുടെ കണ്ണുകൾ നിറഞ്ഞു. രേവതന്റെ കണ്ണുകൾ നിറഞ്ഞു. രേവതിയെ ചേർത്ത് വെച്ചു. എന്നിട്ട് രേവതിയുടെ തലമുടി മാടി ഒതുക്കി. ബലരാമൻ ജ്യേഷ്ഠൻ പ്രണയിക്കുകയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ പ്രണയിക്കുകയാണ്. ബലരാമൻ ജ്യേഷ്ഠനും പ്രണയിക്കുകയാണ്. രേവതിയുടെ മുഖം ഉയർത്തി. രേവതിയുടെ മുഖം ഉയർത്തിയിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, കരയരുത്, നിന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ സഹിക്കില്ല. ഉദ്ധവൻ അമ്പരം നിന്നു. ഇങ്ങനൊരു ഭാവം കൃഷ്ണനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബലരാമൻ ജ്യേഷ്ഠനിൽ ഒരിക്കലും കണ്ടിട്ടില്ല പ്രണയഭാവം. നിന്റെ കണ്ണുകൾ നിറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, എനിക്കത് താങ്ങാൻ പറ്റില്ല. കരയരുത്, ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. എന്നിട്ട് രേവതിയെ പിടിച്ചു. രേവതന്റെ കൈകളിൽ വെച്ചു കൊടുത്തിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ ബലരാമൻ പറയുന്നു, രേവതിയുടെ കാലിൽ ഒരു മുള്ളു തറഞ്ഞാൽ പോലും ഞാൻ സഹിക്കില്ല. രേവതിയെ ആരെങ്കിലും മനസാ വാചാ കർമ്മണ വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ അവന്റെ ശിരസി ബലരാമൻ തല്ലിപ്പൊളിച്ചിരിക്കും. രേവതി എൻ്റെ പ്രാണനാണെന്ന് ഞാൻ ഇവിടെ വെച്ചു പ്രഖ്യാപിക്കുകയാണ്. രേവതി എൻ്റെ എല്ലാമാണ്. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. രേവതി, നിന്റെ ശ്വാസത്തിൻ്റെ വേഗത മാറിയാൽ പോലും ഞാൻ അറിയും. രേവതി, ഞാൻ അറിഞ്ഞിരിക്കും. നിന്റെ മനസ്സൊന്ന് നൊന്താലി ബലരാമൻ അറിയാം. മധുരയിൽ നിന്ന് ബലരാമൻ പറന്നെത്തും രേവതി. കാരണം നിനക്കപ്പുറം ഒരു ലോകമില്ല എനിക്ക്. ഈ ബലരാമന്റെ ലോകം രേവതി നീയാണ്. രേവതിക്ക് ഒരിക്കൽ കൂടി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിശക്തയായ രേവതി, പെൺപുലിയായ രേവതി ബലരാമൻ ജ്യേഷ്ഠനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാരിപ്പുണർന്നു. ബലരാമൻ ജ്യേഷ്ഠനും വാരിപ്പുണർന്നു. മറ്റുള്ളവർ കാണുന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ആ മുടികൾ മാടി ഒതുക്കിയിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ രേവതിയുടെ മുഖം ഉയർത്തിയിട്ട് പറഞ്ഞു, പ്രാണനാണ് നീ, പ്രാണനെൻ്റെ പ്രാണൻ. ഞാൻ വരും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നീ കരയരുത്. ഇത്രയും പറഞ്ഞിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ ഒറ്റ നടത്താ. ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല. രേവതിക്കറിയാം ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. കാരണം തിരിഞ്ഞു നോക്കിയാൽ ആ മനുഷ്യൻ പൊട്ടിക്കരയുമെന്ന് രേവതിക്കറിയാം. ബലരാമൻ ജ്യേഷ്ഠൻ കണ്ണിൽ നിന്നു മറഞ്ഞതും രേവതി ഓടി തൻ്റെ മുറിയിലേക്ക് പോയി കട്ടിലിലേക്ക് വീണ് ഏങ്ങി കരയാനായിട്ട് തുടങ്ങി. ബലരാമൻ ജ്യേഷ്ഠനും ഇങ്ങനെ പോവുകയാണ്. തിരിച്ചു ബുക്കുരുവിൻ്റെ കൂടെ കപ്പലിലെത്തി. ആ കപ്പലിലും ബലരാമൻ ജ്യേഷ്ഠൻ വിഷാദനായിരുന്നു. രേവതിയുടെ ഓർമ്മകൾ. പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു. ആ സമയത്തൊരു ദൂതൻ വന്നു. ഒരു ദൂതൻ വന്നിട്ട് ബലരാമൻ ജ്യേഷ്ഠന് ഒരു കത്ത് കൊടുത്തു. ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നു, വിദർഭയിലേക്ക് വരിക, നിങ്ങളെ കാത്തൊരാളിരിക്കുന്നു. അപ്പോ വിദർഭയിലേക്ക് നിങ്ങൾ വരിക, നിങ്ങളെ കാത്തൊരാള് ഇരിക്കുന്നു.
ഇങ്ങനെ ഒരു ഒറ്റ വരിയുള്ള ഒരു കത്ത് വന്നിരിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി ബലരാമൻ. ആരാണ് എന്നെ കാത്തിരിക്കുന്നത്? അടിയിൽ ശ്വേതകേതു, വിദർഭയിലെ ആശ്രമത്തിലേക്ക് വരിക. അപ്പൊ ശ്വേതകേതു എന്തിനാണ് എന്നെ വിദർഭയിലെ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്? വിദർഭ രുക്മിണിയുടെ രാജ്യമാണ്. രുക്മിണിയുടെ രാജ്യമായ വിദർഭയിൽ ഈ ബലരാമനെ ആരാണ് കാത്തിരിക്കുന്നത്? ബലരാമൻ പറഞ്ഞു, വിദർഭയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ബലരാമന്റെ രഥം വിദർഭയിലേക്ക് കുതിച്ചു. വിദർഭയിലെ ആശ്രമത്തിൽ ബലരാമനെത്തി. നേരെ ശ്വേതകേതുവിന്റെ ആശ്രമത്തിലേക്ക് പോയി. ശ്വേതകേതുവിനോട് ചോദിച്ചു, എന്തേ ശ്വേതകേതു, കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ? എന്താ കാര്യം? ശ്വേതകേതു പറഞ്ഞു, അങ്ങയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. അങ്ങയെ കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, ആരാണത്? അതാ ആ കുടിലിൽ അയാൾ താമസിക്കുന്നു എന്ന് പറഞ്ഞു. ബലരാമൻ ജ്യേഷ്ഠൻ നോക്കിയപ്പോ കാണാം ആ കുടിലിൽ നിന്ന് അയാൾ പുറത്തേക്ക് വന്നു. ബലരാമൻ ജ്യേഷ്ഠൻ അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. താൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അത്. ശ്വേതകേതു ബലരാമന്റെ മുഖത്തേക്ക് നോക്കി. ബലരാമന്റെ മുഖഭാവം എന്തെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതേ, ആ ആൾ അവിടുന്ന് നടന്നെടുക്കുകയാണ് ബലരാമന്റെ നേർക്ക്. ബലരാമൻ അത്ഭുത സ്തബ്ധനായി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആരാണ് ബലരാമനെ കാണാൻ രുക്മിണിയുടെ വിദർഭയിലെത്തിയിരിക്കുന്നത്? ആരാണ് ആൾ? എന്തിനാണ് വന്നത്? അയാൾ എന്തിനാണ് നടന്നെടുക്കുന്നത്? അതെ, അയാൾ മന്ദം നടന്നെടുക്കുകയാണ്. ബലരാമന്റെ അടുക്കലേക്ക് നടന്നെടുക്കുകയാണ്. ബലരാമൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയില്ല. കൈകാലുകൾ തളരുന്നത് പോലെയാണ് ബലരാമന് തോന്നിയത്. ആരാണാ വരുന്നത്? കാത്തിരിക്കൂ. ബലരാമനെ തേടി വന്ന അതിഥി ആരാണ്? എന്തുകൊണ്ടാണ് അയാളെ കണ്ടപ്പോൾ ബലരാമന്റെ കൈകാലുകൾ തളരുന്നതായി തോന്നിയത്? കാത്തിരിക്കൂ, അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. പ്രാർത്ഥിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.